ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്ക ഇറച്ചി റോസ്റ്റാണ്. അതിനുവേണ്ടി ഞാനിവിടെ കക്ക ഇറച്ചി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് ഉണ്ട്, അത് കളയണം. ചിലർ കളയാതെയും യൂസ് ചെയ്യാറുണ്ട്, ചിലർ കളഞ്ഞിട്ടും യൂസ് ചെയ്യും. ആക്ച്വലി എങ്ങനെയാണെന്ന് കറക്റ്റെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്രീൻ കളറിലുള്ള ഒരു ഇത് വരും. ഇതാണ് ഇതിൻ്റെ വേസ്റ്റ്. ഇങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അതിനുശേഷം ഇത് ഒരുപാട് പ്രാവശ്യം കഴുകണം. ഒരു 6-7 പ്രാവശ്യം നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം. അതായത് നമ്മൾ കഴുകിയിട്ട് വെള്ളം ഊറ്റിക്കളയുമല്ല വേണ്ടത്. കഴുകി ഇതിൽ നിന്ന് കക്ക ഇറച്ചി വാരി മാറ്റി വേണം കഴുകാനായിട്ട്. ഞാൻ കഴുകുന്ന വീഡിയോ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. കാരണം നമ്മൾ ഇതിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കളയാൻ പാടില്ല. ഇതിൽ നിന്ന് ഇങ്ങനെ വാരി എടുത്ത് വേറൊരു ചട്ടിയിലോട്ടാക്കുക. എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകി വാരിയെടുക്കുക. അങ്ങനെ വേണം കഴുകിയെടുക്കാനായിട്ട് കേട്ടോ. ഞാനിത് അങ്ങനെ വൃത്തിയാക്കി വേസ്റ്റും കളഞ്ഞു കഴുകിയിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അത് നമ്മളുടെ കയ്യിലുള്ള എത്രയാണോ എമൗണ്ട് ഉള്ളത് അതനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ തന്നെ ഉപ്പ് ഇടുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. നന്നായിട്ട് ഇത് വേകണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് വയ്ക്കാം. ഇത് ഞാൻ വെച്ചു, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇരുന്നോട്ടെ. ഇടയ്ക്കൊന്ന് നോക്കുക അത് വെന്തോ എന്നുള്ളത്. വേകുന്നിടം വരെ വയ്ക്കുക. എന്നിട്ട് അതിലെ വെള്ളം പറ്റിച്ചെടുക്കുക. ഞാൻ വേറൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്, കടുകിടുന്നില്ല. അതിന് പകരമായിട്ടല്ല, ഞാൻ ആദ്യമേ ഇതിടുവാണ് തേങ്ങാക്കൊത്ത്. തേങ്ങ ചെറുതായിട്ട് മുറിച്ചെടുത്തതാണിത്. ഇതൊന്ന് കിടന്ന് നന്നായിട്ട് മുരിയട്ടെ. എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു റെഡ് കളറൊക്കെ ആവുന്നിടം വരേക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 കതിർപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ട് കിടന്ന് മുരിയട്ടെ. രണ്ടും നല്ലതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഒരു 12 വെളുത്തുള്ളിയോളം ഉണ്ട്. ഇത് ഞാൻ നടുവേ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുവാണേ. അതും ആ കൂട്ടത്തിൽ തന്നെ ഇട്ടു. അതും കൂടെ ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് മസാലകളൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മീറ്റ് മസാലയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇത് നല്ല ഫ്രഷായിട്ട് ഇവിടെ പൊടിച്ചതാണ്, അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് കാശ്മീരി മുളക് പൊടിയും അതുപോലെ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതാണ്. കാശ്മീരി മുളക് പൊടി മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്തോളൂ. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മസാലയുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറണം. അതായത് ഏകദേശം മൂത്ത് വരുന്നുണ്ട്. നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു 12 ചെറിയ ഉള്ളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു സബോളയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തു. നേരത്തെ നമ്മൾ കക്കാർച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാടൊന്നും ഇത് വാടേണ്ട ആവശ്യമില്ല. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇത് കണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് നമ്മൾ ഒത്തിരി നേരം ഇട്ടൊന്നും മസാല ഉണ്ടാക്കാൻ തയ്യാറാക്കുന്നത് പോലെ ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം.
കക്ക-ഇറച്ചി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മസാലയെല്ലാം നമ്മുടെ കക്ക-ഇറച്ചിയെ പിടിക്കണം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വയ്ക്കുക. ഇത് 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തുറന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഏകദേശം ഇങ്ങനെയായി, കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കുറച്ച് വിടർത്തി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ പെരിഞ്ചീരകം പൊടിച്ചത്, നന്നായിട്ട് പൊടിച്ചിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കക്ക-ഇറച്ചിയുടെ ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ നോക്കിയിട്ട് ഇതിന് പാകത്തിനുള്ള ഉപ്പുണ്ട്. ഇപ്പം വേണമെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇപ്പം ഇങ്ങനെ ഉപയോഗിക്കാം. അതല്ല കുറച്ചുകൂടെ റോസ്റ്റ് ആയിട്ടുള്ളതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ, ഒരു 10 മിനിറ്റ് കൂടെ വെച്ചിരുന്നാൽ അതുപോലെ നന്നായിട്ട് റോസ്റ്റായി കിട്ടും. ഞാൻ കുറച്ചുകൂടെ സമയം വയ്ക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം എൻ്റെ കക്ക-ഇറച്ചി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഓരോന്നും ഇങ്ങനെ വിട്ട് കറുത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെച്ചത്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. കക്ക-ഇറച്ചി പല രീതിയിലും റോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാനിപ്പം കാണിച്ചത് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കക്ക-ഇറച്ചി റോസ്റ്റാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് വേറൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.